ഫെബ്രുവരി മാസത്തിലേക്ക് നിങ്ങൾക്കുള്ള സാമ്പത്തിക ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായി വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി എന്നിവയൊക്കെ ഈ മാസം ഉണ്ടായിരിക്കും. സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി ലഭിക്കാൻ സാധ്യതയുള്ളൊരു മാസമാണിത്. ശ്രദ്ധയോടുകൂടി ബഡ്ജറ്റ്, സേവിങ് എന്നിവ ചെയ്യുക. അടുത്തതായി വേൾഡ് കാർഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വിദേശത്ത് നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിദേശത്ത് സാമ്പത്തിക ഉന്നമനം ഉള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പലർക്കും ഒരു സാമ്പത്തികമായ ഒരു പ്രൊജക്റ്റ് പൂർണ്ണതയിലേക്ക് എത്തുന്നതായി കാണുന്നു. വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാവും. നിങ്ങൾക്ക് പണം മാനേജ് ചെയ്യാൻ വളരെയധികം സൗകര്യം ഉണ്ടാവുന്ന ഒരു മാസമാണ് ഇത്. വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി മുന്നത്തെ 2 കാർഡിലും കണ്ടു. അതിൻ്റെ തുടർച്ചയെന്നോണം സമ്പത്ത് കൊണ്ടുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, ആ സമ്പത്ത് പണം ചെലവഴിച്ച് സന്തോഷം, ഹാപ്പിനെസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ വൈകാരിക ആവശ്യങ്ങളും രണ്ടും ഒരു അലൈൻമെൻറ്റിൽ എത്തുന്ന സമയമാണ്. നിങ്ങൾക്ക് ലഭിച്ച സമ്പത്തിന് അല്ലെങ്കിൽ പണത്തിന് യൂണിവേഴ്സിനോട് നന്ദി പ്രകടിപ്പിക്കണം. അതിനനുസരിച്ച് കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അടുത്തതായി ഹെയറോഫൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് കൂടുതൽ ട്രഡീഷൻ, നിലവിലുള്ള രീതികൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പരീക്ഷിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യാതെ ട്രഡീഷണലി സേഫായ മാർഗങ്ങളിൽ മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കാണുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. മാസത്തിൻ്റെ അവസാനത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയിൽ വലിയൊരു മാറ്റം പരീക്ഷിക്കുന്നതായി കാണുന്നു. നിലവിൽ പിന്തുടരുന്ന രീതിയിൽ നിന്ന് പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സംരംഭം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ പാറ്റേണുകൾ വിട്ടുപോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പുരോഗതി. പൊതുവെ ഈ മാസം നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ലതാണ്. കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുന്നതിനും പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നതിനും